സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ സ്വാഗതം. നമസ്കാരം. അല്പം രസകരമായ സബ്ജക്റ്റാണ്. കുറേ കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഡിംഗമതം, ഡിംഗഭഗവാൻ എന്നൊക്കെ ഒരു പ്രചാരം ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു തമാശ എന്നതിലപ്പുറം ഈ അന്ധവിശ്വാസങ്ങളെയൊക്കെ എതിർക്കുന്നതിന് വലിയ ജനസ്വീകാര്യത കിട്ടി. പക്ഷേ ഇപ്പോൾ കളി മാറുകയാണ്. ജെൻസി കലാപം, ജെൻസി പ്രക്ഷോഭങ്ങളുടെ കാലത്ത് നമ്മളുടെ രാജ്യത്തും അങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാകുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി, പാറ്റകളുടെ പാർട്ടി അഥവാ മടിയന്മാരുടെ കൂട്ടായ്മ എന്നൊക്കെയാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജി നടത്തിയ ഒരു പരാമർശത്തിൽ അവർക്കുള്ള അമർഷം രേഖപ്പെടുത്താൻ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ അത് ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കരുതി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരെ പൂട്ടിക്കെട്ടുന്നൊരവസ്ഥയിലേക്ക് വന്നു. എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? ഈ പറയുന്ന രീതിയിൽ അതൊരു രാജ്യവിരുദ്ധ കൂട്ടായ്മയാണോ? നമ്മുടെ സമീപ രാജ്യങ്ങൾ നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ ഉണ്ടായതിന് സമാനമായി ജെൻസി അമർഷമുള്ളവരുടെ ഒരു കൂട്ടം, ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തും വളർന്നു വരുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഇതിന്റെ തുടക്കം കുറിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തെ തുടർന്നിട്ടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു ചീഫ് ജസ്റ്റിസ് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമ്മളൊന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് ചീഫ് ജസ്റ്റിസ് ഉദ്ദേശിച്ചത്, ഉദാഹരണത്തിന് എല്ലാ പ്രൊഫഷനിലും ഈ പ്രൊഫഷന്റെ പേര് പറഞ്ഞിട്ട് നടക്കുന്ന ഒരേ ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ മാധ്യമ പ്രവർത്തകർ പണ്ടുകൊണ്ട് ഇപ്പോഴുണ്ട്, എക്കാലത്തും ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. പക്ഷെ അവര് ഒരു പ്രാമുഖ്യം നേടുന്ന അവസ്ഥയിലേക്ക് വരും. ഉദാഹരണത്തിന് ഇപ്പൊ വക്കീൽ, എവിടെന്നെങ്കിലും LLB എടുത്തൊരു കോട്ട് വിട്ട് കഴിഞ്ഞാൽ വക്കീലാണ്. അപ്പൊ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ വക്കീലാണെങ്കിലും ഈ കോട്ടിട്ട വക്കീലാണെങ്കിലും സ്റ്റാറ്റസ് അവർക്ക് ഒരേ സ്റ്റാറ്റസ് ആണ്. സമൂഹത്തിന് മുമ്പിലാണെങ്കിലും കോടതിയുടെ മുമ്പിൽ സീനിയർ അഡ്വക്കേറ്റ് കുറച്ചുകൂടെ മറ്റൊരു പരിഗണനയുണ്ട് നിയമപരമായിട്ട്. അതർവൈസ് ആ അഡ്വക്കേറ്റ് സമൂഹത്തിനിടയ്ക്ക് ഒരേ ഇതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകർ, പണ്ടുമൊക്കെ ഞാൻ ഈ മാധ്യമപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പത്രത്തിന്റെ ലേബലുണ്ടോ, ചിലപ്പോൾ 6 മാസം ഒരിക്കലായിരിക്കും ചിലപ്പോൾ അതിന്റെ പ്രതി അടിക്കുന്നത്. കാര്യം ന്യൂസ് പേപ്പർ രജിസ്ട്രാറിന്റെ ഇതനുസരിച്ചിട്ട് 6 മാസം ഒരിക്കല് പത്രം പ്രസിദ്ധീകരിച്ചിരിക്കണം. അപ്പൊ അതിന്റെ പേര് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ കാട്ടുതീന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിന്റെ പേര്. അപ്പൊ അവരും ഈ മാധ്യമ പ്രവർത്തകരായിട്ട് വരും. എന്നിട്ട് ഇവര് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ പാസുകളും മറ്റുമൊക്കെ അന്നുണ്ടായിരുന്നു, ഇന്നത്തെ കണക്കല്ല. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ബാക്കിയുള്ള ആനുകൂല്യങ്ങളെല്ലാം ചെയ്യും. ഇവർ ഏത് പരിപാടിയും കാണിക്കും. എല്ലാത്തിന്റെയും ലേബല് മാധ്യമ പ്രവർത്തകനായിരിക്കും. അപ്പൊ ഇത് പ്രൊഫഷൻ, ഈ പറഞ്ഞ പോലെ വക്കീൽമാരുടെ പ്രൊഫഷനുണ്ട്, എല്ലാ പ്രൊഫഷനിലും ഉണ്ട് ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങൾ. അപ്പൊ ഈ സുപ്രീം കോടതിയിൽ ഒട്ടേറെ ഇത്തരത്തിലുള്ള ഒരു ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഉദാഹരണത്തിന് നമ്മുടെ ഈ ശബരിമല ഇഷ്യൂ, നമ്മുടെ കേരള സൊസൈറ്റിയിൽ എന്തുമാത്രം അസ്വസ്ഥതകൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആലോചിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇനിയും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മാത്രമല്ല, ശബരിമല പോലെ ഇത്രയും യുണീക്കായിട്ടുള്ള, അതായത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ, അതിന്റെ ഒരു ഇൻസ്റ്റലേഷൻ പോലെയാണ് ശരിക്കും പറഞ്ഞാല് ശബരിമല. അത്രയ്ക്ക് പവിത്രമായിട്ടുള്ള ആ ശബരിമല, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പൗരന് അവനെ എല്ലാ രീതിയിലും ഈ സമൂഹത്തിൽ എങ്ങനെയാണോ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം അനുവദിക്കുന്നത്, അതുപോലെ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ലോകത്ത് ജനിച്ചു വന്നിട്ട് അവൻ ഫ്രീഡത്തിലേക്ക്, മോക്ഷത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരേണ്ടത്, അത് പ്രോമിസ് ചെയ്യുന്ന സ്ഥലമാണ് ശബരിമല. ആ ഫ്രീഡത്തിന്റെ കാര്യത്തിലാണ് ഈ ശബരിമല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവ് പോലെ ശബരിമല മാറുന്നത്. ഈ ശബരിമല ഇഷ്യൂ മുഴുവൻ ഉണ്ടാവാൻ കാരണം ഇപ്പോഴത്തെ വാദം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി. ഇപ്പം ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി, സോഷ്യൽ ആക്ടിവിസ്റ്റുകളാണ് അവര്. ഈശ്വരവാദികളാണെന്ന് വെച്ചല്ല, അവർക്ക് ശബരിമലയിൽ പോകുന്ന സ്ത്രീകളാണെങ്കിലും പരാതി കൊടുത്തവരാണെങ്കിലും ആരും ഈ ശബരിമല ഭക്തരോ അതല്ലെങ്കിൽ ഭക്തരെന്ന് പറഞ്ഞാൽ തന്നെ ശരിയല്ല, ശബരിമലയിൽ പോകുന്നവര് ശരിക്കും ഭക്തരാകാൻ പാടില്ല, അന്വേഷകരാണ് അവിടെ പോകേണ്ടത്. അപ്പോ അവിടെ യാതൊരു ബന്ധമില്ലാത്ത വ്യക്തി ഒരു സോഷ്യൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, അതിന് എടുത്തു കാണിക്കുന്നത് ജെൻഡർ ഇക്വാളിറ്റി എടുത്ത് കാണിക്കുന്നത്. ഇതൊക്കെ അമേരിക്കൻ തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് ഈ NGOകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള NGOകൾ ഇതിന്റെ പിന്നിലുണ്ട്. ആ ഒരു കൾച്ചറിനെ കുറിച്ചും ആ ഒരു സംസ്കാരത്തെ കുറിച്ചും ഇങ്ങനെ സോഷ്യൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന
പാരസൈറ്റ്സ്. അവരെ കോക്രോച്ച് എന്നും പാരസൈറ്റ് എന്നും തന്നെയാണ് വിളിക്കേണ്ടത്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പൊ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ശബരിമലയാണ്. എന്തുമാതിരി ഡിസ്റ്റർബൻസും അത് മാത്രമല്ല ഡിസ്റ്റോർഷനും ഉണ്ടായി. കാരണം സമൂഹത്തില് ഇപ്പൊ ഉദാഹരണത്തിന് നാമജപ പ്രതിഷേധം, അത് ഒരിക്കൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാമജപത്തെ ഒരു പ്രതിഷേധത്തിനാക്കി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആ സംസ്കാരം പിന്തുടരുന്നവരുടെ ജീർണതയുടെ അങ്ങേ അറ്റത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാര്യം നാമജപം വ്യക്തി സ്വകാര്യമായിട്ട് അവനൊരു മെഡിറ്റേഷൻ പ്രോസസ്സാണത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അതാണ് ചീഫ് ജസ്റ്റിസ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിനകത്ത് നിന്ന് കോക്രോച്ച് എടുത്ത് പാരസൈറ്റ് കൊടുത്തു. എന്താണ് ചീഫ് ജസ്റ്റിസ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അതിന് വിസ്മരിച്ചു കളഞ്ഞു. ഇതാണ് ഈ അമേരിക്കൻ തന്ത്രം എന്ന് പറയുന്നത്. യഥാർത്ഥ വസ്തുതയെ മറച്ചു പിടിക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേക്ക് സ്വീകാര്യത തോന്നും. എന്താണ് ഇവർക്ക് ഈ പാർട്ടിയിൽ ചേരാനുള്ളവരുടെ യോഗ്യത എന്താ? മടിച്ചിയായിരിക്കണം, മടിയനായിരിക്കണം, അങ്ങനെയുള്ള കുറെ ക്വാളിറ്റീസ്. ഒരു വ്യക്തി അവന്റെ ജീവിതത്തെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം മതി, മടി. മന്ദബുദ്ധികൾക്കും മടിയന്മാർക്കും ഭൂമിയിൽ യാതൊരു സ്ഥാനവും ഇല്ലെന്നാണ് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ മടിയന്മാർക്കും മടിച്ചുമാർക്കും, അപ്പൊ അവരുടെ ഈ മടിയന്മാരുടെയും മടിച്ചുമാരുടെയും, അതായത് അപ്പൊ ഈ ജെൻസി, ഇത് നമുക്ക് തരുന്ന ഒരു വലിയ സൂചന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജെൻസി എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാണുന്നതിനകത്ത് പെട്ടെന്ന് കയറി പിടിക്കുക, ഒരു ഫീൽ ഗുഡ് എഫക്ട്. ഇപ്പോഴെല്ലാത്തിന്റെയും പറയുന്നത്, ഇപ്പൊ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ എടുത്ത് നോക്കുക. നമുക്കിപ്പോ പ്രിയസഖി ഗംഗെ ONV എഴുതിയ പാട്ടാണ്, പിന്നെ ദേവരായ മാഷ് സംഗീതം കൊടുത്തിയാണെന്ന് തോന്നുന്നത്. ആ പാട്ട് നമുക്ക് കേൾക്കുക, ഇപ്പോഴും ഓൾ ടൈം ഹിറ്റ് ആണ്, ഇല്ലേ? ചക്രവർത്തി വയലാറിന്റെ ആൾ ടൈം ഹിറ്റാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് ആൾ ടൈം ഹിറ്റ് വരുന്നില്ല? അതിന്റെ ആവശ്യമില്ല. ഫീൽ ഗുഡ് ആയിരിക്കണം, കേൾക്കുന്ന സമയത്ത് ഒരു ഹരം വേണം. അപ്പൊ ഈ ഫീൽ ഗുഡിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് ജെൻസി മാറിക്കഴിഞ്ഞു. അത് അവരുടെ കുഴപ്പമല്ല, അതിന്റെ മുൻ തലമുറയുടെ കുഴപ്പമാണ്. ആ മുൻ തലമുറയിൽ നിന്ന് ടേക്ക് അവേസ് ഇല്ലാതെ വരും. അവരുടെ പേരൻസിന്റെ കയ്യിൽ നിന്ന് ഒന്നും അവരിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നൊന്നും എത്തുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്നൊന്നും എത്തുന്നില്ല, പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്നൊന്നും എത്തുന്നില്ല. ഇത് മുൻ തലമുറയ്ക്ക് പറ്റിയ അപജയത്തിന്റെ പ്രതിഫലനമാണ് ഈ ജെൻസിയിൽ കാണുന്നത്. അപ്പൊ അതിനെ ആ രീതിയിൽ നമ്മളിതിന് തള്ളിക്കളയാൻ പാടില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. പെട്ടെന്ന് തന്നെ അവർ ഇൻസ്റ്റയിലേക്ക് മാറി കോക്രോച്ച് നെക്സ്റ്റ് എന്ന് പറഞ്ഞാലാണ് തോന്നുന്നു പുതിയ സാധനം തുടങ്ങിയിട്ടുണ്ട് സംഗതി. അത്രയും പെട്ടെന്ന് ഈ നിമിഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവരുടെ, അതായത് ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു വലിയ സമൂഹമായിട്ട് ജെൻസി മാറുന്നു. അതേ സമയത്ത് ഒരു ചെറിയ മിനിസ്ക്യൂൾ കമ്മ്യൂണിറ്റി, ഇതിനകത്ത് തന്നെ ജെൻസികളുടെ ഒരു ചെറിയ സമൂഹം വളരെ ഗഹനമായിട്ട് അവരുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട്, അവർ സർഗാത്മകമാകുന്നു. ആ സർഗാത്മകതയാണ് ഇന്ന് ലോകത്തെ മാറ്റിമറിക്കുന്നത്. ഉദാഹരണത്തിന് 24 വയസ്സുള്ള ഒരു യുവാവിനാണ്, IT മേഖലയിലുള്ള യുവാവിനാണ്, ഫേസ്ബുക്കിന്റെ മാർക്ക് സക്കർബർഗ് ഇന്ത്യൻ റുപ്പി ഒരു വർഷത്തെ 900 കോടി രൂപ ശമ്പളം കൊടുത്ത് ഒരു വർഷത്തേക്ക് ഹയർ ചെയ്തിരിക്കുന്നു. കാര്യം എന്ന് വെച്ചാല് ഈ ജനറേറ്റീവ് ഇന്റലിജൻസ് AGIയിലേക്ക് ഫേസ്ബുക്കിനെ കൊണ്ടുപോകണം. ഈ മേഖല എടുത്ത് നോക്കുക, അവിടെ എല്ലാം ഈ ഇത്തരത്തിലുള്ള ബുദ്ധിശാലികളായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള യുവാക്കളാണ് ആ മേഖലയിൽ ഇരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ AI സമ്മിറ്റ് നടന്നു. ആ AI സമ്മിറ്റിന്റെ എംബ്ലം നമ്മുടെ മലയാളിയായ സുരേഷ് എന്ന് പറഞ്ഞ ഒരു യുവാവാണ് ഇത് ചെയ്തത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ജെൻസി എന്ന് പറയുന്നത് മുകളിൽ കാണുന്ന ഒരു പതയായി മാറുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആഴമുള്ള ജലത്തെയാണ് ശരിക്കും ജെൻസി ചെയ്യേണ്ടത്. അവിടെയാണ് അതിന്റെ ശക്തി വരേണ്ടത്. പക്ഷെ ഇത് വെറും സർഫായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ആ സർഫായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ മുൻ തലമുറയുടെ പ്രശ്നമാണ്. പക്ഷെ ഇതിനകത്തുകൂടെയും ഈ പറഞ്ഞതുപോലെ ജെൻസിയാണ് ഈ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് അവർക്ക് നോക്കാൻ കഴിയുന്നില്ല. വെർച്വൽ വേൾഡ് ക്രിയേഷൻ, വെർച്വൽ വേൾഡ്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു സാർ. ഈ ജെൻസി അത് നമ്മൾ ഇങ്ങനെ ഒരു പൊതുവെ ഒരു നിരീക്ഷണം നടത്തുമ്പോഴും അവർ വല്ലാതെ അസ്വസ്ഥരാണ്, വല്ലാതെ അക്ഷമരാണ്, വലിയ നിരാശാബോധം അവരെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസര സമത്വമില്ലായ്മ, തൊഴിലില്ലായ്മ,
ഇതെല്ലാം അവരെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാർ ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരിക സ്വാഭാവികമാണ്. അവരുടെ ഫ്രസ്ട്രേഷൻ, അവരുടെ ആ ഒരു അമർഷം പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു വേദി എന്ന നിലയിൽ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവർ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. നമുക്കിത് മനസ്സിലാക്കണം. ഇതിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ മോശം പറയുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് ടേക്ക് അവേസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ പുതിയ തലമുറയിലെ യുവതികള് വിവാഹത്തിനോട് താല്പര്യമില്ല. നല്ലൊരു ശതമാനം യുവതികൾ വിവാഹത്തിന് താല്പര്യമില്ലാതെ മാറുന്നുണ്ട്. അതിന്റെ കാരണം അവർക്ക് ഈ മനുഷ്യരത്വത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൂൾ കൈവശമായി വന്നിരിക്കുന്നത്. ലോകത്തെ സുതാര്യമാക്കി കഴിഞ്ഞു. അപ്പോ അവർ ലോകത്തെ കുറിച്ച് അറിയുകയും അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ ഒരുപാട് നമുക്ക് വളരെ യുവ സുഹൃത്തുക്കൾ, പെൺകുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കളുടെ മക്കള്, അതേപോലുള്ള എന്റെ മക്കളുടെ കൂട്ടുകാര്, അവരോട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പൊ അവരിൽ പലരും പറയുന്നത്, അങ്കിൾ എന്തിനാണ് മാരേജിൽ പോകുന്നത്? ഞാൻ എന്റെ വീട്ടിലെ എന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവിതം കാണുന്നുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ പരസ്പരം പോരടിക്കുന്ന ചിത്രമാണ് കാണുന്നത്. അങ്ങനെ എന്തിനു വേണ്ടി ജീവിക്കണം? ഞങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് ഞങ്ങൾക്കേ അറിയും. അവരുടെ തമ്മിലടിക്കിടയിൽ കിടന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഞങ്ങൾക്കേ അറിയും. അതേപോലെ ഞങ്ങൾ എന്തിനു മറ്റുള്ള ഒരു തലമുറയ്ക്ക് അവരെ ദുരിതത്തിലാക്കും? അതുകൊണ്ട് ഇനി എന്തിനു കല്യാണം കഴിക്കണം? ഒരു യുവതി എന്റെ അടുത്ത് നേരിട്ട് ചോദിച്ചതാണ്, എന്റെ ഒരു സുഹൃത്തിന്റെ മകൾ. കാര്യം ഞാനും അവളുമായിട്ടൊക്കെ ഉള്ള എന്റെ മകളുടെ പ്രായമാണ്. അവളുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഈ അവളുടെ അച്ഛനാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളൊന്ന് അവളോട് സംസാരിച്ചു നോക്കാനാണ്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്താ ഉത്തരം പറയുക? അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ജൻസി വരുന്നത്. മറിച്ച് ഒരു വീട്ടിലെ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷത്തെ നമ്മൾ സൃഷ്ടിക്കാൻ, നമ്മുടെ ഇന്ത്യൻ ഗൃഹങ്ങളിലെ സമാധാന അന്തരീക്ഷം നശിച്ചതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ കോക്രോച്ച് പാർട്ടിയിലേക്ക് നിമിഷ നേരം കൊണ്ട് ആൾക്കാർ ഇത്രയും. പക്ഷെ സാർ, ഇതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടല്ലോ. കാരണം ഈ CJP, കോക്രോച്ച് ജനതാ പാർട്ടി, അതിന്റെ സൃഷ്ടാവ് ആം ആദ്മി പാർട്ടിയുടെ സ്ട്രാറ്റജിസ്റ്റായ അഭിജിത് ദീപക് എന്ന് പറയുന്ന കക്ഷിയാണ്. ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഈ രാജ്യത്ത് ഉദയം ചെയ്തതെന്നും അത് എങ്ങനെയാണ് വികസിച്ചതെന്നും എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും അറിയാം. പിന്നെ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവായ ശശി തരൂർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന, യുവാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ കൂട്ടായ്മ പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തണം. അവർ ഏതാണ്ട് മെയ് 16-ാം തീയതി തുടങ്ങിയ ആ കൂട്ടായ്മയ്ക്ക് ഇതിനോടകം തന്നെ 18 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം വാസ്തവത്തിൽ ഭരണകൂടത്തിനെതിരായുള്ള അമർഷത്തിന്റെ പ്രതിഫലനമായിട്ടാണ്. ആ അവസരം പ്രതിപക്ഷം പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഇതിന്റെ പിന്നിൽ കൃത്യമായ ചില പൊളിറ്റിക്കൽ അജണ്ടകൾ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കണ്ടേ? പൊളിറ്റിക്കൽ അജണ്ട എന്ന് വെച്ചാൽ നമ്മളെ ഈ പൊളിറ്റിക്കൽ അജണ്ട എന്ന് വെച്ചാൽ ഈ ബോധപൂർവം വന്ന് ഇങ്ങനെ ഒരു കോക്രോച്ച് പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ല. ഇതൊക്കെ അവിടെയാണ് ഈ NGOസിന്റെ കളിയെ കാണുന്നത്. ഇതൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക. ഒരു ബോംബിനെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു തീപ്പൊരി കൊടുത്താൽ ബോംബ് എങ്ങനെയാണോ എക്സ്പ്ലോഡ് ചെയ്യുന്നത്, അതേപോലെ ഒരു സോഷ്യൽ സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പൊ ഈ പറഞ്ഞ ഈ അഭിജിത് ദീപക്, അദ്ദേഹം അമേരിക്കയിലാണ് താമസിക്കുന്നത്. അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ ഈ ഇതുപോലെ പ്രചാരങ്ങൾ ഏർപ്പെടുത്തുന്നത്. ആം ആദ്മി പാർട്ടി ഇതേപോലെ ഒരു പാർട്ടിയാണ്. ഞാൻ അന്ന് ഈ ആം ആദ്മി പാർട്ടി ഉദയം കൊണ്ട സമയത്ത് ഞാൻ വളരെ ദീർഘമായിട്ടൊരു ലേഖനം എഴുതിയുണ്ടായി. ഇത് സൂത്രശാലിയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. കാരണം അയാളുടെ ചിഹ്നം തന്നെ ചൂലാണ്. ആ ഒരൊറ്റ സാധനം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ജനങ്ങളെല്ലാം ഭയങ്കരമായ എന്തോ ഒരു മഹാസംഭവം ഉണ്ടാകാൻ പോകുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം ജനങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാര്യം അവർക്ക് മുമ്പോട്ട് പോകാനുള്ള നല്ലൊരു ശബ്ദം കേൾക്കുന്നില്ല, നല്ലൊരു ദിശാബോധം കിട്ടുന്നില്ല, അവരുടെ സർഗാത്മകത വികസിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഗാന്ധി തൊപ്പി അണ്ണാ ഹസാരെ കൊണ്ടുവന്നു. അവിടെ ഈ അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിച്ചൊരു തന്ത്രമുണ്ട്. ഗാന്ധിജിയുടെ സ്മരണ ഉണർത്തി. ഇന്നും ഇന്ത്യൻ മനസ്സുകളിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ സ്വാധീനം ഗാന്ധിജിയാണ്. ആ ഗാന്ധിജിയുടെ സ്മരണ ഉണർത്തി അണ്ണാ ഹസാരയിലൂടെ ജനം ഒരു പ്രതീക്ഷയുടെ, ഒരു സ്വാതന്ത്ര്യ സമര അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിലെ ആ ഒരു ആവേശത്തിലേക്ക് ജനം ഉയർന്നു. എന്നിട്ട് അവിടെ വെച്ച് അരവിന്ദ് കെജ്രിവാൾ കട്ട് ചെയ്തിട്ട് തന്റെ ലെവലിലേക്ക് ആ ഒരു തെരയെ മുഴുവൻ, ഒരു സുനാമിയെ മുഴുവൻ തന്റെ ഒരു പിന്നാലെ വലിച്ചോണ്ട് പോയി. അദ്ദേഹം 2 തവണ മുഖ്യമന്ത്രിയായി. ഇപ്പൊ കഴിഞ്ഞ പരിപാടി അതൊരു കോക്രോച്ച് സമ്പ്രദായം തന്നെ, ഒരു സംശയമില്ല. അന്ന് ഇന്ന് കേരളത്തിലെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന സാംസ്കാരിക
വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഈ കാരശ്ശേരി മാഷ്, എം.എൻ. കാരശ്ശേരി മാഷ്. അപ്പൊ അദ്ദേഹം സത്യസന്ധതയോടെ സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന, അദ്ദേഹത്തിന് ഇല്ലാത്തതൊന്നും നാട്യം കാണിക്കുന്നില്ല, സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകുന്നില്ല. അദ്ദേഹം പോലും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ മാസ്മരികതയിൽ വീണുപോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ നേരിട്ട് പോയി കാണുകയും ലാൽ ബഹദൂർ ശാസ്ത്രിയോട് ഉപമിക്കുകയും ചെയ്ത് അദ്ദേഹം എഴുതുകയുണ്ടായി. അപ്പം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഗതിയാണ്, ഈ ട്രെൻഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യമോ അതല്ലെങ്കിൽ ഒരു NGO അജണ്ട ഇതിന്റെ പിന്നിൽ നമുക്ക് കാണാമായിരുന്നു. കാരണം ഈ ചൂലെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൃഷ്ടിപരമായ ചിഹ്നമല്ല. ഉദാഹരണത്തിന് നമ്മളുടെ ശരീരത്തിലും വിസർജ്യ അവയവങ്ങളുണ്ട്, ഇല്ലേ? അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും തടസ്സം വന്നാലും നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അത് പ്രൊജക്ട് ചെയ്യാറില്ല. അപ്പൊ കൈപ്പത്തി ചിഹ്നമാക്കാം, പക്ഷെ അതേപോലെ നമുക്കൊരു വിസർജ്യ അവയവ ചിഹ്നമാക്കുന്നത് ശരിയാണ്. അതേപോലെ ചൂലെന്ന് പറയുന്നത് മറ്റുള്ളവരെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാവുന്ന വേസ്റ്റ്. അടുക്കളയിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് തൂത്ത് മാറ്റാനുള്ള ചൂല്, അതാണ് ചൂല്. അപ്പൊ സൃഷ്ടിപരമല്ല ആ പ്രസ്ഥാനം. ആ നേതാവ്, ആ ചിഹ്നത്തിന് രൂപം കൊടുത്ത നേതാവ് സൃഷ്ടിപരതയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ ഒരു നോട്ടം നമുക്ക് വളരെ ആവശ്യമാണ്. ഇതില്ലാത്തതിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ ശശി തരൂർ പറഞ്ഞിരിക്കുന്ന സംഗതി. ശശി തരൂർ പറഞ്ഞിരിക്കുന്ന സംഗതി നമ്മള് അതിനെ തള്ളിക്കളയല്ല. അത് ശരിയാണ്. ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജനത ഇന്ത്യയിലുണ്ട്. എന്തുകൊണ്ട് ഈ ഫ്രസ്ട്രേഷൻ? ആ എന്തുകൊണ്ട് ഈ ഫ്രസ്ട്രേഷൻ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് BJPയെ മറികടന്ന് ഇന്ത്യയിലെ ഒരു വൻ രാഷ്ട്രീയ ശക്തിയായിട്ട് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് ഈ ജൻസികളെ തങ്ങളുടെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് രാഷ്ട്രീയ പ്രശ്നം നടക്കുകയാണെങ്കിൽ വൻ പരാജയമായി പോകും. കാരണം ജൻസികൾ എന്തുകൊണ്ട് ഇത്രയും അസ്വസ്ഥരാകുന്നു എന്ന വിഷയത്തിലേക്ക് നോക്കുമ്പോൾ ആ നോക്കുന്ന വ്യക്തിയും പാർട്ടിയും നേതൃത്വവും ജീവിതത്തിലേക്ക് നോക്കുകയാണ്. ഇന്ത്യൻ ജനതയുടെ വർത്തമാനകാല ജീവിതത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ അവിടെ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നു. ആ തെളിഞ്ഞു വരുന്ന വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നു. ആ വിശകലനം ചെയ്ത് ആ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് അത് പരിഹരിക്കുന്നതിലേക്ക് ജനങ്ങളെ സംഘടിപ്പിക്കുന്നു, പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നാലെ ആള് പോകും. മറിച്ച് ഈ ജനതയെ നമ്മളിവിടെ കൂട്ടാതെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ട് കോക്രോച്ച് പാർട്ടി നിരോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രസ്ഥാനം ഇറക്കി കഴിഞ്ഞാൽ കോക്രോച്ച് പറന്നങ്ങ് പോകും. പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ തറയെ വീഴുന്ന സാധനമേ ഉള്ളൂ. തറയെ വീണ് കഴിഞ്ഞാൽ പിന്നെ കളിക്കത്തില്ല. പക്ഷെ സാർ, എനിക്കൊരു ആശങ്കയുണ്ട് സാർ. കാരണം നമ്മുടെ സമീപ രാജ്യങ്ങളിലെല്ലാം തന്നെ ബംഗ്ലാദേശാണ്, നേപ്പാൾ, നമ്മുടെ കാശ്മീരിലെ ലഡാക്കിൽ പോലും ഈ ജൻസി കലാപങ്ങൾ ഉണ്ടായി. നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ ഭരണമാറ്റം സൃഷ്ടിക്കുന്ന തരത്തിൽ ആ കാര്യം മുമ്പോട്ട് പോയി. സമാനമായ ഒരു ആശങ്ക ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം ഇവർ ചില മുദ്രാവാക്യങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സാർ. കാരണം ഈ വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് പുനർനിയമനം കൊടുക്കാൻ പാടില്ല. അതേപോലെ കൂറുമാറ്റം നടത്തിയ ജനപ്രതിനിധികൾക്ക് 20 വർഷമെങ്കിലും അയോഗ്യത കൽപ്പിക്കണം. വ്യാജ വാർത്തകൾ കൊടുക്കുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കണം. അങ്ങനെ ചില രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊക്കെ ഇവർ ഉയർത്തുന്നുണ്ട്. അപ്പോൾ വെറും ഒരു ആവേശ കൂട്ടായ്മ മാത്രമായിട്ട് ഇതിനെ കാണണോ, അതോ ഈ സമീപ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായതിന് സമാനമായ ഏതെങ്കിലും ഒരു മുന്നേറ്റം ഇവർ സൃഷ്ടിക്കുമോ? ഈ ജൻസി കലാപം ഇന്ത്യയിൽ തൽക്കാലം ഉണ്ടാവില്ല, അത് ഒരു സംശയം വേണ്ട. ഉദാഹരണത്തിന് ഇടയ്ക്ക് ഈ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെ സംഗതി ഉണ്ടായി, അഭയ കേസില് ദില്ലിയിലുണ്ടായി. പക്ഷെ അതിനേക്കാൾ ഉദാഹരണം നിർഭയ കേസിന്റെ അതേപോലെ ആർജിക്കർ ഹോസ്പിറ്റലിലെ വിഷയം അതേപോലെ ആക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഇതുപോലൊരു ജൻസി കലാപം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെയും ഈ പറയുന്നതുപോലെ ഈ കണക്ടിവിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പൊ നേപ്പാളിൽ ഉണ്ടായെന്ന് വെച്ചാൽ അവരുടെ ജീവിതം വഴിമുട്ടി ജൻസികളുടെ. അതേപോലെ ശ്രീലങ്കയിൽ എടുത്തു നോക്കിയാൽ അവിടെയും നമുക്ക് ഇത് കാണാൻ കഴിയും. ഈ ഭരണമാറ്റം ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം, ബംഗ്ലാദേശ്, ഇവിടെയൊക്കെ ജീവിതം അവരുടെ വഴിമുട്ടി നിൽക്കുകയാണ്. ഇന്ത്യയിൽ അത്ര ഒരു വഴിമുട്ടൽ ഇന്നിപ്പോ ഇല്ല. ഇപ്പൊ ഈ ജൻസി കലാപത്തിലേക്ക് ഇതിനകത്ത് ചേർന്നിരിക്കുന്ന ആൾക്കാർ നോക്കുക, ഈ മടിയനും മടിച്ചേക്കുകയാണെങ്കിലും ഇതിനകത്തൊരു നല്ല ശതമാനം ഇൻകം ടാക്സ് കൊടുക്കുന്ന യുവതികളും ആയിരിക്കും. അവര് അത് വിട്ടറിഞ്ഞിട്ട് പ്രക്ഷോഭത്തിന് പോകില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ഒക്കെ ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു സാധ്യതകളുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഈ നേപ്പാളിലും ശ്രീലങ്കയിലും ഒന്നും ഉണ്ടായതുപോലെ ഉള്ള ഒരു ജൻസി കലാപം തൽക്കാലം ഇന്ത്യക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു വലിയ 1-2 ഐസൊലേറ്റഡ് ഇൻസിഡൻസ് ഉണ്ടാക്കിയെന്നിരിക്കാം. ഉദാഹരണത്തിന് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലും വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ 1-2 ദിവസമൊക്കെ ഉണ്ടാവും. 3-ാം ദിവസം 4-ാം ദിവസം ആകുമ്പോഴത്തേക്ക് ജൻസികൾ പിൻവാങ്ങിയിരിക്കും. കുറച്ചുപേര് മാത്രം അവശേഷിക്കും. കാരണം ജൻസികൾക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. അജണ്ടകളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള അവസരങ്ങളും ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു ജൻസി കലാപം ഇന്ത്യയിൽ സാധ്യതയുണ്ടെന്ന് കരുതുന്നില്ല. മറിച്ച് ജെന്യുവിനായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ അവർക്ക് മുന്നേറേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്. ശരി സാർ, നന്ദി. താങ്ക് യു.